ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചേന കൊണ്ട് ഒരു ഉഗ്രൻ മെഴുക്ക് പുരട്ടിയാണ്. മീൻ ഫ്രൈ ഒക്കെ ഇതിൻ്റെ മുൻപിൽ തോറ്റു. അത്രയ്ക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. സാധാരണ മെഴുക്ക് പുരട്ടി ഒരു വ്യത്യസ്തമായതാണ്. ചേന ഏറെ ഗുണപ്രദമായ കാൽഷ്യമൊക്കെ ഇഷ്ടംപോലെ കാൽഷ്യത്തിൻ്റെ കലവറ ആണ് ചേന. നമ്മുടെ എല്ല് തേയ്മാനം അതിനൊക്കെ നല്ലതാണ് ഈ ചേന ഉപയോഗിക്കുന്നത്. എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇനി ഇതിൻ്റെ തൊലി ചെത്താം. തൊലി ചെത്തുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ തടവിയാൽ നല്ലതാണ്. പക്ഷേ എനിക്ക് വെളിച്ചെണ്ണ തടവിയാൽ ശരിയാവില്ല. കുറച്ച് പുളി ഉണ്ടെങ്കിൽ കയ്യിൽ പുളി ഒഴിച്ച് തേക്കുക. അല്ലെങ്കിൽ നാരങ്ങ പുളിയോ ഏതെങ്കിലും വിനാഗിരിയോ ഉണ്ടെങ്കിൽ കൈ ചൊറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ തൊലി ഇതൊന്നും ചെത്താം. അങ്ങനെ പുളി വളരെ പെട്ടെന്ന് നമുക്ക് കൈ ചൊറിയേ ഇല്ല, വിനാഗിരിയോ പുളിയോ തേക്കുകയാണെങ്കിൽ. വെളിച്ചെണ്ണയെക്കാളും നല്ലതാണ്. വെളിച്ചെണ്ണ എല്ലാവരും പറയും, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണ തേച്ചാൽ ചൊറിച്ചിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പുളിയാണ് കയ്യിൽ തേക്കുന്നത്. എന്നിട്ട് ഈ രീതിയിൽ ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കാം. ഇത് വലുതായിട്ടാണ് ഞാൻ അരിയുന്നത്. അതാണ് കണ്ടോ, ഇതിൽ ഇതിനെ രണ്ടായിട്ട് തെറ്റി കനം കൂടിപ്പോയി. അതിങ്ങനെ എടുക്കാം. ഇതേ രീതിയിൽ രണ്ടായിട്ടെടുക്കാം. ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. അരിഞ്ഞതിന് ശേഷം വൃത്തിയ നല്ല 2-3 വെള്ളത്തിൽ കഴുകണം. ഇത്രയും കനത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് കണ്ടോ, കൈയുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി വിനാഗിരിയോ അല്ലെങ്കിൽ ഈ പുളി വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിങ്ങനെ കയ്യിൽ പുളി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പുരട്ടിയാൽ മതി. വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ ചൊറിച്ചിലെല്ലാം മാറുന്നതാണ്. ശകലം പുളി മതിയാകും. ശകലം പുളി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ തേച്ചാൽ മതി. നമുക്ക് ചൊറിച്ചിലെല്ലാം പോയി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഈ വിനാഗിരി എടുത്ത് കയ്യിൽ തേക്കാവുന്നതാണ്. ഉടനെ തന്നെ ചൊറിച്ചിൽ മാറുന്നതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഇതിലോട്ടിടാം. പുളി എടുത്ത് ഇങ്ങനെ ചേനയിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ്. കുഴമ്പ് രൂപത്തിലാക്കാൻ ഇങ്ങനെ ഇട്ട് വച്ചേക്കാം. ഇനി നമുക്ക് ചേന ഒരു കുക്കറിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. അങ്ങനെ അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വയ്ക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം, എത്ര ചേനയാണോ ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കാം. ഇത്ര ഒഴിച്ചു, 1 കപ്പ് ഒഴിച്ചു. ഈ രീതിയിൽ വെള്ളം എടുത്ത് ഒഴിക്കുക. ഇനി ഗാസ്കറ്റിട്ട് കുക്കർ അടയ്ക്കും. ഇത് പെട്ടെന്ന് വേവുന്ന ചേനയാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടാൽ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട്, ഇനി രണ്ടാമത്തെ ടേബിൾ സ്പൂണാണ് ഇട്ടത്. നേരത്തെയും ടേബിൾ സ്പൂണാണ് ഇട്ടത്. 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും. ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ പൊടിയൊക്കെ, അതാണ് നേർമയായ പൊടിയാണ്. അല്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ റവ ഇട്ട് കൊടുക്കാവുന്നതാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ആവശ്യത്തിന് ഇടുക. മുളക് പൊടി ഇട്ടു. മുളക് ചതച്ചതാണ് ഞാൻ ഇട്ടത്. 3/4 ടീസ്പൂൺ ഉപ്പിടാം. പിന്നെ നമ്മുടെ ഇതില്ലേ ഈ വാളൻപുളി, നല്ലവണ്ണം ഇങ്ങനെ അതിൻ്റെ പേസ്റ്റ് രൂപത്തിൽ, ഒരുപാട് വെള്ളം ഒഴിക്കല്, പേസ്റ്റ് രൂപത്തിൽ തന്നെ കുഴയ്ക്കാൻ ആവശ്യമായതാണ്. പിന്നെ നല്ല ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ നോക്കാം. 1 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് കേട്ടത്. അപ്പോൾ ഓഫ് ചെയ്തു. ഇതിങ്ങനെ ഇവിടെ ഇതുണ്ടെങ്കിൽ ഇത് താരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് പൊങ്ങിയിരുന്നാൽ ആയിട്ടില്ല. ഇത് താരുമ്പോൾ നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, അത് നമുക്ക് കളഞ്ഞേക്കാം. ഇത് തണുക്കട്ടെ. ചേനയെല്ലാം ഊറ്റിയെടുത്ത് ഇതിൽ വച്ചിട്ടുണ്ട്.
തണുത്തതിന് ശേഷം അതിൻ്റെ പുറത്തെല്ലാം അതിൻ്റെ എല്ലാം അരപ്പൊക്കെ പുരട്ടി വയ്ക്കാം. നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിന് കുറച്ച് ശകലം വെള്ളം ഇതുണ്ടെങ്കിൽ ചേനയുടെ തന്നെ അതെല്ലാം കിട്ടത്തുള്ളൂ. അല്ലേ അതിപ്പോൾ നമുക്ക് എല്ലാത്തിനും തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ കണ്ടോ, മുഴുവനും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വച്ചേക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്കെടുത്ത് എടുക്കും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എങ്ങനെ എടുക്കണമെന്ന്. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കാവുന്നതാണ്. ഇത് ആവശ്യത്തിന് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കറിവേപ്പിലയും കൂടെ അതിൻ്റെ മീതെ ഇടുക. ഇത് നോൺ സ്റ്റിക്കാണ്. മറ്റുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കാനേക്കാളും നോൺ സ്റ്റിക്കിലാണെങ്കിൽ നമുക്ക് എളുപ്പ സൗകര്യമുണ്ട്. എണ്ണയും കുറച്ച് മതിയാകും. എല്ലാം ഇങ്ങനെ നിരത്തി വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു വശമൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാനാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ അധികം ഉപയോഗിക്കാത്തവർ എണ്ണ ഇത്രയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാകും. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുക, നോൺ സ്റ്റിക്കിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് എണ്ണ മതിയാകും. അത് പക്ഷേ ലോ ഫ്ലെയിമിലിട്ട് കുറേ അധികം സമയം വേണ്ടി വന്ന് എടുക്കുന്നത് നല്ല അതീവ രുചിയാണ്. ഇത്രയും എണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്. മറിച്ചിട്ടതാണ്. എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇനിയിപ്പോൾ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ്ടോ, ഇത് കുറച്ച് വിതറി കൊടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യമേ വിതറി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴാണ് ചെയ്തത്. ഇപ്പോൾ ആദ്യമേ വിതറി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി കിട്ടുന്നതാണ്. ഒരു മറിച്ചിട്ടിട്ട് 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. മൂത്താവുന്നതാണ്. എല്ലാം മൂത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. കണ്ടോ ഇങ്ങനെ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. എണ്ണ ഒട്ടുമേ കുടിച്ചിട്ടില്ല. ഈ എണ്ണ നമുക്ക് വച്ചിരുന്ന നമ്മളെ വീട്ടിലല്ലേ ഉപയോഗിക്കുന്നത്. അത് വേറെ തോരനൊക്കെ എന്തെങ്കിലും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. എണ്ണ ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ കണ്ടോ, ഇത്രയും എണ്ണ ഉപയോഗിക്കുന്നവർക്ക്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നവർക്ക് എണ്ണ ഞാൻ പറഞ്ഞത് മാതിരി ഇതിൻ്റെ നേർപകുതി എണ്ണ ഒഴിച്ചാൽ മതിയാകും. ഇങ്ങനെ എടുക്കാവുന്നതാണ്. എണ്ണയൊന്നും നമുക്ക് ഇങ്ങനെ മുഴുവനും എടുക്കാവുന്നതാണ്. കണ്ടോ, അടിപൊളി ചേന റെസിപ്പിയാണ്. കണ്ടോ, ഒരിക്കൽ കഴിച്ച എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. നല്ല ഇത് ഒരു കഷ്ണം മാത്രം മതിയാകും. നമുക്കില്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചായയുടെ കൂടെ ചോറിൻ്റെ ഇത് മാത്രം മതിയാവുന്നതാണ്. നമുക്ക് കഴിക്കാവുന്നതാണ്. എപ്പോഴും എടുത്ത് കഴിക്കാൻ തോന്നുന്നതാണ്. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.